നമസ്കാരം. വാനോളം ഉയരത്തിലാണ് ഇന്ന് നമ്മുടെ അഭിമാനം. അതായത് ഇന്ത്യയുടെ അഭിമാനം. വർഷങ്ങൾ കാത്തിരുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കാശ്മീർ താഴ്വര ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ഇന്ന് റെയിൽവേ ലൈൻ വഴി കണക്ട് ആകുന്നു. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ബ്രിട്ടീഷുകാർ പോലും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് മോദി സാധിച്ചതെന്നും ഒമർ അബ്ദുള്ള പറയുന്നു. 2014 കത്ര റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന വേളയിൽ 4 പേർ ഈ വേദിയിലുണ്ടായിരുന്നു. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ആദ്യമായി പ്രധാനമന്ത്രിയായി അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് സന്നിഹിതനായിരുന്നു. നമ്മുടെ ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ സാഹിബ് റെയിൽവേ സഹമന്ത്രിയായി ചുമതലകൾ നിർവഹിക്കുകയായിരുന്നു. ഞാനിവിടെ മുഖ്യമന്ത്രിയായിരുന്നു. വൈഷ്ണവ ദേവിയുടെ അനുഗ്രഹത്താൽ സിൻഹയ്ക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു. ഇപ്പോൾ ഞാൻ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നിങ്ങളുടെ മേൽനോട്ടത്തിൽ മാത്രമേ ജമ്മു കാശ്മീരിന് വീണ്ടും സംസ്ഥാന പദവി ലഭിക്കൂ. കാശ്മീരിലേക്ക് ഒരു ട്രെയിൻ കടന്നു പോകുന്നത് പലരും സ്വപ്നം കണ്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ പോലും കാശ്മീരിനെ ട്രെയിൻ വഴി ബന്ധിപ്പിക്കുമെന്ന് സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ അവർ അതിൽ വിജയിച്ചില്ല. ചലം തീരത്ത് നിന്ന് ഉറിയിൽ റെയിൽ കൊണ്ടുവന്ന് രാജ്യവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതി എന്നതായിരുന്നു അവരുടെ സ്വപ്നം. ബ്രിട്ടീഷുകാർക്ക് നേടാൻ കഴിയാത്തത് നിങ്ങളുടെ കൈകളാൽ സംഭവിച്ചു. മോദിജി കാശ്മീരിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി വാജ്പേയിയോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റായിരിക്കും. ഈ പദ്ധതി 1983-84 ആരംഭിച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വാജ്പേയി ഇത് ദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയായി പ്രഖ്യാപിക്കുകയും ബഡ്ജറ്റിൽ വ്യവസ്ഥകൾ ഏർപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം മാത്രമാണ് ഇത് പൂർത്തിയായത് എന്നാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത്. കാശ്മീരിനെ ന്യൂഡൽഹിയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാത നിർമ്മിക്കുമെന്ന് 1994 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ കാലത്താണ് പ്രഖ്യാപനമുണ്ടായത്. 2002 അടൽ ബിഹാരി വാജ്പേയി ഇതിനെ ദേശീയ പദ്ധതിയായി ഏറ്റെടുത്തു. പിന്നീട് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തും പദ്ധതിയുടെ ഭാഗമായ ചില റെയിൽ പാതകൾ തുറന്നു. 272 കിലോമീറ്റർ ദൂരത്തിൽ ഹിമാലയൻ മലനിരകൾക്കിടയിലൂടെ കടന്നുപോകുന്ന റെയിൽപാത പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചതിന്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദി സർക്കാരിന് തന്നെ. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റെയിൽവേ പദ്ധതികളിൽ ഒന്നാണ് USBRL. 119 കിലോമീറ്റർ നീളത്തിൽ 36 തുരങ്കങ്ങൾ, 943 പാലങ്ങൾ, അതും ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പാലമായ ചെനാബും എഞ്ചിനീയറിംഗ് വിസ്മയമായ ബ്രിഡ്ജ് അടക്കമുള്ളവ ഉള്ളത്. ഏതാണ്ട് 46,000 കോടി രൂപ പദ്ധതിക്ക് വേണ്ടി ചെലവായി. സുരക്ഷ ഒരുക്കാൻ പാതയുടെ പ്രധാന ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ചെനാബ് പാലത്തിലും കഠ്ര ബാരാമുള്ള പാതയിലും CRPFന്റെ സാന്നിധ്യമുണ്ടാകും. കൂടാതെ സൈന്യം, RPF, കാശ്മീർ റെയിൽവേ പോലീസ് എന്നിവയും സുരക്ഷ ഒരുക്കാൻ മുന്നിലുണ്ടാകും. എന്താണ് മാറ്റം? നിലവിൽ ജമ്മുവിലെ കഠ്ര റെയിൽവേ സ്റ്റേഷൻ വരെയാണ് കേരളത്തിൽ നിന്നടക്കം ട്രെയിൻ സർവീസ് ഉള്ളത്. കന്യാകുമാരിയിൽ നിന്നും കഠ്ര വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ് ആണ് അതിലൊന്ന്. കാശ്മീർ താഴ്വരയിലേക്കുള്ള സഞ്ചാരികൾ കഠ്രയിൽ നിറങ്ങി ശ്രീനഗർ ജമ്മു ഹൈവേയിലൂടെ 8 മുതൽ 10 മണിക്കൂർ വരെ യാത്ര ചെയ്യണം. മണ്ണിടിച്ചിലും പ്രതികൂല കാലാവസ്ഥയും ട്രാഫിക് ബ്ലോക്കും കാരണം ഈ യാത്ര മണിക്കൂറുകൾ പിന്നെയും നീളും. വിമാനമാർഗമുള്ള യാത്രയുടെ ചെലവും കൂടുതലായിരിക്കും. എന്തെങ്കിലും കാരണത്താൽ ഹൈവേ അടച്ചാൽ വിമാന കമ്പനികൾ 5,000 മുതൽ 20,000 രൂപ വരെ വിമാന ടിക്കറ്റ് ഉയർത്താറുമുണ്ട്. ഇതിന് പരിഹാരമായാണ് കഠ്രയിൽ നിന്നും ബനിഹാൾ വഴി ശ്രീനഗറിലേക്ക് റെയിൽവേ പാത വിഭാവനം ചെയ്തത്. വളരുന്ന ടൂറിസം മാത്രമല്ല, താഴ്വരയിലെ ടൂറിസത്തിനൊപ്പം വാണിജ്യ ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടാണ് പാതയുടെ വികസനം സാധ്യമാക്കിയത്. കാശ്മീരിൽ നിന്നുള്ള ആപ്പിൾ, കുങ്കുമം, കരകൗശല വസ്തുക്കൾ, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ വേഗത്തിൽ പ്രധാന വിപണിയിലേക്ക് എത്തും. കൂടുതൽ സൗകര്യപ്രദവും ചെലവ് കുറഞ്ഞതുമായ യാത്രാമാർഗം എത്തിയതോടെ ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവും വർദ്ധിക്കുമെന്നാണ് കരുതുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തോടെ നിലച്ച കാശ്മീർ ടൂറിസത്തിന് പുതുവെളിച്ചമാകാൻ പദ്ധതിയാകും. കാശ്മീരിലേക്ക് എത്താനുള്ള പുതിയ കാരണമായി വന്ദേ ഭാരത് എക്സ്പ്രസ് മാറുമെന്ന് കരുതുന്നുവെന്നാണ് ഏറെക്കുറെ പ്രാധാന്യമുള്ളത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്.